ഗൈസ്, എൻ്റെ അമ്മ എന്നെ കുറേ നാളുകൊണ്ട് പറ്റിക്കുന്നു. ഈ കാന്താരി മുട്ട എന്ന് പറഞ്ഞ് സാധനം ഉണ്ട്, അത് ഉണ്ടാക്കിത്തരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ വന്നിട്ടുള്ളത്, എൻ്റെ കയ്യിലൊരു സ്വീറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അപ്പച്ചിയുണ്ട്. അപ്പച്ചി പ്രസവിച്ചപ്പോൾ ഞങ്ങൾ കാണാൻ പോയായിരുന്നു. അപ്പം അപ്പച്ചി ആന്ധ്രാപ്രദേശുകാരിയാണ്, വേറെ നാട്ടുകാരാണ്. അപ്പം ആന്ധ്രാപ്രദേശിലെ സ്വീറ്റ്സൊക്കെ ഞങ്ങൾക്ക് അപ്പച്ചി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് പകുതി ഞാനൊന്ന് തിന്നു തീർത്തു. എനിക്ക് അന്നേരം ഒരു ബോധമില്ലായിരുന്നു ഇതുണ്ടെന്നുള്ളത്, മീൻസ് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പം ആപ്പാട് ഒരെണ്ണമുള്ളൂ, നമുക്കതൊന്ന് തിന്ന് നോക്കാം. അതൊരു വെറൈറ്റിയാണ്, അതാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. ഉണ്ടോ ഇതെന്തുവാ നിങ്ങളെല്ലാവരും പറഞ്ഞാലും പറഞ്ഞിരിക്കുന്നതാണ്. ഇതിനാണ് റൈസ് പേപ്പർ എന്നുകൊണ്ട് പറയാം. കൊള്ളാം, കുഴപ്പമില്ല. അത് നമുക്ക് ഇനി കാന്താരി മുട്ടയുടെ റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് കുറച്ച് കഴിയാം ആണ്. പിന്നെ നമുക്ക് കാന്താരി മുട്ട ഉണ്ടാക്കാം. അമ്മയോട് ചോദിക്കണം, അമ്മ ഇപ്പോൾ ഉണ്ടാക്കി തരുമെന്ന് അറിയത്തില്ല. ഉണ്ടാക്കി തരുമോ? നമ്മളങ്ങനെ കുക്കറിനകത്തോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് വേവിച്ചെടുക്കണം. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പാണ്, പറഞ്ഞെന്നുള്ളതല്ല, നമ്മൾ കാണിച്ചതാണ്. ഇപ്പം മുട്ട വേവിക്കുന്നത് കാണിച്ചില്ലെന്ന് പറയരുത്. പിന്നെ നമ്മൾ ആ മുട്ട എല്ലാം നമുക്ക് കറിക്കൊണ്ട് വരട്ടാം. മുട്ട ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എനിക്ക് പേടിയാണ്. മുട്ടകൾ ഓൾമോസ്റ്റ് എല്ലാം വെച്ചാൽ നമ്മൾ കുക്കർ അടച്ചു. വെയിറ്റിംഗ് അല്ലേ? എനിക്ക് മുട്ട വേണം. മുട്ട ഇഷ്ടമല്ല, പക്ഷെ കാന്താരി മുട്ട വയ്ക്കാൻ ഭയങ്കര തിടുക്കം അല്ലേ അമ്മ? തിടുക്കം. നോക്ക്, ടാറ്റാ ടാറ്റ ഞങ്ങൾക്ക്. ഇപ്പോൾ കഴിച്ചിട്ട് നമുക്ക് കാന്താരിയുടെ പ്രിപ്പറേഷനാണ്. കാന്താരി തപ്പണം. ചായ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട തോടെ ഞാൻ പൊട്ടിക്കാം. കുറച്ച് പൊട്ടും ചിക്കൻ കറിയും ചിക്കൻ്റെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മുട്ട പൊടിപ്പൊടി പൊടിപ്പൊടി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗ്രീൻ കുറച്ചുള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കാം. വയലൻ്റെ അമ്മ ചെറിയ കലപ്പിലാണ് കായ്സ്. കുറച്ച് മല്ലിയില, ഉപ്പ് ഇട്ട് കൊടുക്കാം. സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ വെച്ചാൽ അമ്മ ഞാനും തമ്മിൽ കിച്ചണിലൊരു വഴക്ക് കിടന്നു. അതാണ് അമ്മയുടെ ഡിമാൻഡ് അഡ്ജസ്റ്റ് ഇപ്പോൾ കേട്ടത്. സ്പൂൺ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും തിന്നാൻ. ഇത് വഴക്കിടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയും. നമുക്കിപ്പോൾ അത് കഴിച്ച് നോക്കാം. എൻ്റെ മുട്ട പകുതി ഇങ്ങനെ തൊലിതൊലിക്കുളിങ്ങിരിക്കും. ഇത്ര വേണ്ടല്ലോ. ടേസ്റ്റിന് അത് തിന്ന് നോക്കണം. അപ്പോൾ സാധനമാണ്, എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര എരിവാണ്, എരിവ് കുറയ്ക്കാൻ നോക്കുക കേട്ടോ. ഇത്രയുള്ളൂ.